എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള ഇലക്ട്രിസിറ്റി മീറ്റർ എങ്ങനെയാണ് അതിൻ്റെ റീഡിംഗ് മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മളുടെ ലോക്ക്ഡൗൺ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബിൽ നമ്മൾ തന്നെ സ്വയം റീഡിംഗ് എടുത്ത് അടയ്ക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ മീറ്റർ റീഡിംഗ് എടുക്കുന്ന കുറച്ച് ഭാഗം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇലക്ട്രിസിറ്റി മീറ്റർ അല്ലെങ്കിൽ KCBയുടെ വാട്ടർ മീറ്റർ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, എന്താണ് അതിലേക്ക് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ ആ പാരാമീറ്ററുകൾ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലിട്ട് കിടക്കുന്ന മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മുൻകാലങ്ങളിൽ നമ്മൾക്ക് ലഭിച്ചിരുന്ന ഒരു മീറ്ററാണ് ഒരു ഡിസ്ക് ടൈപ്പ് മീറ്റർ. പഴയ ഒരു പണ്ടത്തെ സമ്പ്രദായം അനുസരിച്ചുള്ളൊരു മീറ്ററാണ്. അതിലൊരു അലൂമിനിയം ഡിസ്ക് ഇങ്ങനെ കറങ്ങുമ്പോഴാണ് റീഡിങ് വരുന്നത്. അതിൽ മുകളിൽ കുറേ ഡിജിറ്റ് ഉണ്ട്. ആ ഡിജിറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ അങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ആ റീഡിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂടാതെ തന്നെ ആ റീഡിങ്ങിൽ നമുക്ക് കൃത്രിമം കാണിക്കാൻ എളുപ്പമാണ്. പല രീതിയിൽ ആളുകൾ അത് നടത്തിയത് കൊണ്ടാണ് ആ മീറ്റർ പതിയെ ഔട്ടായി പോയത്. അപ്പോൾ ആ പുതിയതായിട്ട് വരുന്നത് ഒരു ഇലക്ട്രോണിക് മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് മീറ്ററിൽ സെൻസ് ചെയ്ത് ചെറിയൊരു ഇൻഡിക്കേറ്റർ ലാമ്പുണ്ട്, ഒരു LED ലാമ്പുണ്ട്. അത് പൾസ് കാണിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് പൾസ് കാണിച്ച് ഇലക്ട്രോണിക് സംവിധാനം വഴി നമുക്ക് റീഡിങ് മാറിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു റീഡിങ് നമുക്ക് എടുക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇലക്ട്രോണിക് മീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഡിജിറ്റൽ മീറ്ററാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ മീറ്ററിൽ ഏത് കൺസ്യൂമറിന്റെ പൂർണ്ണ വിവരം ആ മീറ്ററിൽ ഉണ്ടാവും. അപ്പോൾ ആ തരം മീറ്ററുകൾ നമ്മൾക്ക് നോക്കാൻ വളരെ പ്രയാസമാണ്. അതിലെ പല പല റീഡിങ്ങുകൾ ഇങ്ങനെ മാറി മാറി ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെയാണ്, ഏതാണ് റീഡിങ്, പല പാരാമീറ്റേഴ്സും അതിൽ കാണുന്നു. ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളത് പലർക്കും കൺഫ്യൂഷനാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും മീറ്റർ റീഡർ വന്ന് റീഡിങ് രേഖപ്പെടുത്തി നമ്മൾ ബില്ല് തരുമ്പോൾ ഈ ബില്ലിലെ റീഡിങ്ങും മീറ്ററിലെ റീഡിങ്ങും എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നത് വളരെ കൺഫ്യൂഷനാണ്. അതിന് നേരായ രീതിയിലാണോ എഴുതിയിരിക്കുന്നതെന്നൊക്കെ നമുക്കൊരു സംശയം വരാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വഞ്ചിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു തരത്തിലുള്ള വിചാരമൊക്കെ ചിലപ്പോൾ വരാം. ഇത് എഴുതിയേക്കണ കാശ് കൂടുതലാണല്ലോ. അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ റീഡിങ് എങ്ങനെ എടുക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നേരെ നമ്മൾ KCB ഇലക്ട്രിസിറ്റി മീറ്ററിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാലേ നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നേരിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അതുകൊണ്ട് നമുക്ക് നേരെ മീറ്ററിൻ്റെ അടുത്തോട്ട് ചെല്ലാം, എന്നിട്ട് പറയാം. നിങ്ങൾ കാണുന്നതാണ് KCBയുടെ ഒരു ഇലക്ട്രിക് വാട്ടർ മീറ്റർ അല്ലെങ്കിൽ എനർജി മീറ്റർ. ഇത് L&T എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. അടുത്തതായി കാണുന്നത് ജീനസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മീറ്ററാണ്. ഈ രണ്ട് മീറ്ററും TOD അതായത് ടൈം ഓഫ് ഡേ മീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. KCB ടൈം സോൺ തിരിച്ചിരിക്കുന്നത് 3 തരത്തിലാണ്: T1, T2, T3. T1 എന്ന് പറയുന്നത് രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെയാണ് ഒരു റീഡിങ്. രണ്ടാമതായി T2 വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുള്ള സമയമാണ്. T3 എന്ന് പറയുന്നത് രാത്രി 10 മുതൽ രാവിലെ 6 വരെയുള്ള സമയമാണ്. പ്രധാനമായും ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണെങ്കിൽ നമ്മൾക്കും ആ ഒരു ഇതിലാണ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണെങ്കിൽ ഈ 3 റീഡിങ്ങിനും വ്യത്യസ്ത പൈസകളാണ്. പക്ഷേ നമ്മൾക്ക് ഈ 3 സോണിനും ഒരേ ചാർജ് തന്നെയാണ് അടയ്ക്കേണ്ടത്. ആദ്യം പുഷ് എന്ന് കാണിക്കുന്നു, പിന്നെ സ്റ്റാറ്റസ് കാണിക്കുന്നു, അടുത്തത് ബാറ്ററി ഫൈൻ എന്ന് കാണിക്കുന്നു, അടുത്തത് സീരിയൽ നമ്പർ കാണിക്കുന്നു. ഈ താഴെയുള്ള സീരിയൽ നമ്പറാണ് കാണുന്നത്. അടുത്തത് നമ്മളുടെ സമയമാണ് കാണുന്നത്. അടുത്തത് ഡേറ്റ് ആണ് കാണുന്നത്. അടുത്തത് വോൾട്ടേജ് ആണ് കാണുന്നത്. അടുത്തത് ആംബിയർ ആണ് കാണുന്നത്. അടുത്തത് PF ആണ് കാണുന്നത്. അടുത്തത് നമ്മൾ എത്ര കിലോ വാട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, കണക്റ്റഡ് ലോഡായിട്ടാണ് കാണിക്കുന്നത്. 3 തരം റീഡിംഗ് ആണ്: TOD, T1, T2, T3. അപ്പോൾ ഈ T1 ആണ് ഇപ്പോൾ വരുന്നത്. T1 ഇപ്പോൾ 539. അടുത്തത് ഇത് രാവിലത്തെ സമയമാണ്, രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ ഉള്ളത്. അടുത്തത് T2 ആണ്, വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ളത്, 333.9. അടുത്തത് T3 രാത്രി 10 തൊട്ട് രാവിലെ 6 വരെയുള്ളതാണ്, 483.8 kWh. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി T1, T2, T3 കൂട്ടിയിട്ട് ലാസ്റ്റ് വരുന്നതാണ് ഈ കാണുന്നത് 1356.9 യൂണിറ്റാണ്. 1356.9 kWh. ഇതാണ് നമ്മളുടെ യഥാർത്ഥ റീഡിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഉപകാരമാകുമെങ്കിൽ അവർ കൂടി അയച്ചു കൊടുക്കുവാനും താല്പര്യപ്പെടുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.